ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഞ്ജസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കണേന്ന് അറിയണ്ടേ? ശാന്തിഗിരി ഫെസ്റ്റാണ് നിൽക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ എൻട്രി പ്ലേസ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഫ്ലവർ ഷോ കാണാൻ കയറുന്നത്. ഈ പൂക്കളൊക്കെ സെറ്റ് ചെയ്തിരിക്കണ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരുപാട് സമയം നമുക്ക് അവിടെ നിൽക്കാൻ തോന്നും. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. ഈ റോസാപ്പൂ നോക്കിയേ, ഭയങ്കര രസം. റോസാപ്പൂ മാത്രമല്ല, എല്ലാ പൂക്കളും ഭയങ്കര രസമാണ്. എനിക്ക് ഈ ചെടികൾ കാണുമ്പോൾ എന്തോ വലിയ സന്തോഷമാണ് കേട്ടോ. എനിക്ക് വീട്ടിലായിരുന്നാലും ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെടികളൊക്കെ നടുന്നത് ഇഷ്ടമാണോ? എങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്ത് ഈ അരയന്നത്തെ ചെയ്തു വെച്ചിരിക്കുന്ന കാണാം കേട്ടോ. അമ്പാടി ഒറ്റയ്ക്കൊക്കെ ഓടി കളിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, അമ്പാടിക്ക് ഓടി കളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അവനെക്കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നക്ഷത്ര വനത്തിലേക്കാണ് നമ്മൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണെന്നോ എനിക്ക് വലിയ പിടുത്തമില്ല. കുറേ ഔഷധ ചെടികളും കാര്യങ്ങളും ഒക്കെ വച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നെ വേണ്ട ഫോട്ടോ എടുക്കുന്ന എവിടെ കണ്ടാലും ഞാൻ പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കും കേട്ടോ. ഇതൊക്കെ കുറേ ഔഷധമായ ചെടികളൊക്കെയാണ്. അപ്പോൾ അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ കണ്ടു തന്നെ അറിയൂ ഗൈസ്. അപ്പോൾ ഞാനും അമ്പാടിയും കൂടെ വീഡിയോയ്ക്കും ഫോട്ടോസിനും ആയിട്ടൊക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പൂക്കളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും പോയി കാണണം, കാണാൻ പറ്റണവരൊക്കെ പോയി കാണണം. അത്രയ്ക്ക് രസമായിരുന്നു. നമ്മളൊരു 7:30 ആയപ്പോൾ അവിടെ എത്തിയതാണ്. നമ്മളതെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ 9:30 ആയി കാണും. അത്രത്തോളം നമ്മൾ നടന്ന് കാണാനുണ്ട്. പിന്നെ കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അരയന്നങ്ങളുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അരയന്നമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉറക്കമാണ് കേട്ടോ. നമ്മൾ വിളിച്ചിട്ടൊന്നും ഉണരുന്നില്ല. ഒരാൾ മാത്രം ഉണർന്നിരിപ്പുണ്ട്. അയാൾ മാത്രം നമ്മൾ വിളിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് റെസ്പോണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഷോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്ലവറാണ് കാണുന്നതെന്നില്ല. നമ്മൾ ഫ്ലവേഴ്സ് ചാനലിലെ ശ്രീകണ്ഠൻ നായരുടെ ഷോയിലെ കുട്ടേട്ടനെ കാണാനാണ് പോകുന്നത്. ഞാൻ ഹായ് കുട്ടേട്ടാ എന്നൊക്കെ വിളിച്ചപ്പോൾ തിരിച്ച് ഹായ് ഒക്കെ എനിക്കും കിട്ടി. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് പക്ഷികളുടെ ലോകത്തേക്കാണ്. പക്ഷികൾ മാത്രമല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് കാണാം. അവിടെ നമ്മൾ ഒരുപാട് ലവ് ബേർഡ്സിനെ കണ്ട്. അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അമ്പാടിക്ക് മൃഗങ്ങളും ബേർഡ്സും ഒക്കെ അവൻ പഠിച്ചു തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ അവൻ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണ്. അവൻ ഈ പുസ്തകങ്ങളിൽ വെച്ച് പഠിക്കണേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പീജിയോണും അങ്ങനെ ഒരുപാട് ഐറ്റം കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാറ്റ് ഉണ്ടായിരുന്നു 2. ഈ ബേർഡ്സിനേക്ക് കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കണതിന് 100 rupees ആകും കേട്ടോ. പിന്നെ സ്നാക്ക് ഉണ്ടായിരുന്നു. സ്നാക്കിനെ കണ്ടില്ലായിരുന്നു, ഞാൻ ലാസ്റ്റാണ് കണ്ടത് ഞാൻ ഇറങ്ങി ഓടി. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ജീവി ഉണ്ടെങ്കിൽ അത് ഈ സ്നാക്കാണ് കേട്ടോ. എനിക്കെന്തോ അതിൻ്റെ ഫോട്ടോ കാണുന്നത് പോലും ഭയങ്കര പേടിയാണ്. പിന്നെ ഈ വീഡിയോ ഒക്കെ ചേട്ടനാണ് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ പുറത്താണ് നിന്നത്. പുറത്തതായി ഇവിടെയാണ് നിന്നത്. ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് എനിക്കിത് മാത്രമേ ഉള്ളൂ കേട്ടോ പണി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കടലയും കപ്പലണ്ടിയും പിന്നെ ഈ ഒരു മസാലയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് അമ്പാടിയുടെ ഓട്ടവും ചാട്ടമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ ഇവൻ റോട്ടിൽ കിടന്ന് ഓട്ടമായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈൽഡ് എലിമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം ഇതായിരിക്കും. അമ്പാടിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അമ്പാടി ഇതൊക്കെ നല്ല പഠിച്ച് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇതൊക്കെ കാണുമ്പോൾ ഓരോന്നിൻ്റെ പേര് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് കയറി കാഴ്ചകൾ കാണാം. അപ്പോൾ കണ്ടോ, അവിടെ ലയൺ പിന്നെ ഒരു ടൈഗറും ഒക്കെ ഉണ്ട്. ഒരുപാട് അവിടെ കയറുമ്പോൾ തന്നെ ഒരു കാട്ടിൽ കയറിയൊരു ഫീല് തോന്നും കേട്ടോ. ആ ഒരു മൃഗങ്ങളുടെ ഒച്ചയും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ടൈഗറൊക്കെ ഉണ്ട്.
പിന്നെ അവനെ ഞാൻ മാനിൻ്റെ പുറത്തിരുത്തി ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ. മാനിൻ്റെ പുറത്ത് മാത്രമേ ഇരുന്നുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവർക്ക് ഇരുന്നില്ല. അവന് ചിമ്പാൻസി ഭയങ്കര ഇഷ്ടമാണ്, അവൻ ചിമ്പാൻസി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഫോട്ടോയാണ് ഇഷ്ടം. അടുത്ത് ഞാൻ ലൈനിൻ്റെ പുറത്ത് കയറ്റാൻ നോക്കിയപ്പം അവൻ ഇരുന്നില്ല കേട്ടോ, ഞാൻ ചമ്മിപ്പോയി. പിന്നെ അവ ഒന്നിൻ്റെ പുറത്തും ഇരുന്നില്ല, അതിൻ്റെ തോളിൽ തന്നെ ഇരുന്ന്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അവർ സെറ്റ് ചെയ്തിരുന്ന ഈ വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇതവർ സെറ്റ് ചെയ്തിരിക്കണതാണ് വെള്ളച്ചാട്ടം. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു, നേരിട്ട് കാണാനാണ് ഏറ്റവും ഭംഗി. പിന്നെ അവ ഈഗിളിനെയൊക്കെ തൊട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ പോകുന്നത് ഷോപ്പിങ്ങിന് പോകും പോലെ തോന്നും കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കയറി എല്ലാ തരം സാധനങ്ങളും വിവിധ സെക്ഷനായിട്ടൊക്കെ തിരിച്ചു വച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മുട്ടായികളാണ്. പഴയകാല മുട്ടായികളെന്ന് പറഞ്ഞാണ് അവർ വിൽക്കുന്നത്. ഞാനും കുറച്ചൊക്കെ വാങ്ങി, പക്ഷേ എനിക്കെന്തോ ആ പഴയൊരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ജോക്കർ മുട്ടായിയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ജോക്കർ മുട്ടായി? എനിക്ക് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏറ്റവും ഇഷ്ടം ജോക്കർ മുട്ടായിയാണ്, അതുകൊണ്ട് അത് ഞാൻ ഫസ്റ്റ് എടുത്തു. പക്ഷേ ഒന്നിനും ആ പഴയ ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇത്രയൊക്കെയാണ് എടുത്തത്. അത് കഴിഞ്ഞ് കണ്ടത് ഫാൻസിയാണ്. ഫാൻസിയിൽ ഞാൻ തിരിഞ്ഞ് നിന്നതേ ഇല്ല. ഒന്നുമില്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഞാൻ എടുക്കും, എന്നിട്ടത് യൂസ് ചെയ്യാറുമില്ല. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞ് നിന്നില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയും ഒരുപാട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നിലും ഞാൻ കയറിയില്ല കേട്ടോ. എന്തോ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ എത്തിയാൽ മതിയെന്നായിരുന്നു. കാരണം നടന്നും ഒറ്റയ്ക്ക് നടന്നതിൻ്റെയും കുഴപ്പമില്ല, ഇത് അമ്പാടിയും കൊണ്ട് നടക്കണോണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവൻ ഇതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു, അതുകൊണ്ട് നമ്മളും കയറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഇങ്ങോട്ടാണ്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു കാണാൻ, പന്തൽ പോലെ. അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ പോട്ടിൽ ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാ ആ ദൂരത്ത് നിൽക്കുന്നത് അമ്പാടിയും അച്ഛനും കൂടെയാണ്. അവരിങ്ങനെ വെള്ളമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം വെള്ളം കാണുമ്പോൾ കുറച്ച് നേരം അടങ്ങി നിൽക്കും, അതുകൊണ്ട് ചേട്ടൻ കൊണ്ടുവച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.